ഹലോ കൂട്ടുകാരെ, ഈ പുഴയും കടന്ന സീരിയലിൽ ഒരു വലിയ ട്വിസ്റ്റ് വരുന്നുണ്ട്. ആ കഥയിലോട്ട് കടക്കാം. അതായത് രാഗിണി കാവേരിയെ വെല്ലുവിളിച്ചതിന് ശേഷം നേരെ വീട്ടിലോട്ടാണ് വണ്ടി ഓടിച്ച് പോകുന്നത്. അപ്പോൾ അവളുടെ അമ്മയും അച്ഛനും വിശാലും എല്ലാം അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷം വരുന്നത് കാരണം ആരതി ഒഴിഞ്ഞിട്ടാണ് അവളെ സ്വീകരിക്കുന്നത്. പിന്നെ നമ്മുടെ യമുന കോളേജിൽ നിന്ന് വരികയാണ്. കോളേജിൽ നിന്ന് വരുമ്പോൾ അവളുടെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ നിവിൻ കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ യമുനയുടെ കൂട്ടുകാരികൾ അവളെ കളിയാക്കും. കണ്ടോ, നിന്നെ അന്വേഷിച്ച് വന്നിരിക്കുന്നത് കണ്ടോ, പൂവ് അന്വേഷിച്ച് വണ്ട് വന്നിരിക്കുന്നത് കണ്ടോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കണം. അപ്പോൾ യമുന ചോദിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് എന്ന്. അങ്ങനെ നമ്മുടെ വിപിന് എന്തോ കൊടുന്നു തരാൻ വേണ്ടിയിട്ടാണ് യമുനയുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നിവിൻ പോകും. അപ്പം എല്ലാവരും യമുനനെ കളിയാക്കുകയാണ്. അതായത് ഒരു ലവർ വന്ന് നിൽക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി കളിയാക്കുകയാണ്. അപ്പോൾ യമുനയ്ക്കും ഉള്ളിൽ അങ്ങനെ ഒരു തോന്നി തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ അവളെ രക്ഷിക്കുന്ന എപ്പിസോഡിൽ അവൾ കണ്ണ് തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് നിവിനെ ആയിരുന്നു. അന്ന് യമുന മാർത്താണ്ഡത്തിൽ സമയത്ത് എല്ലാവരും കൂടി രക്ഷിക്കാൻ പോയ സമയത്ത് നമ്മുടെ നിവിൻ്റെ മുഖത്തോട്ടാണ് അവൾ കണ്ണ് തുറന്ന് ആദ്യം നോക്കുന്നത്. അപ്പോൾ യമുന നോക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലാണ് യമുന അവനെ നോക്കിയിരുന്നത്. അങ്ങനെ അപ്പോൾ യമുനയുടെ ഉള്ളിൽ ഇപ്പോൾ നിവിനോട് ഒരു ചെറിയ പ്രണയവും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താവുമെന്ന് നമുക്ക് വഴിയെ കണ്ടറിയാം. ഇത്രയാണ് നാളത്തെ എപ്പിസോഡ്.